ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഏരിയയിലോ നമുക്ക് ഒരു പ്ലഗ് ഇൻവെർട്ടർ പ്ലഗും ബാക്കിയെല്ലാം നോർമൽ ഫേസിലുള്ള പ്ലഗുകളായിട്ട് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഏറ്റവും ആദ്യത്തെ പ്ലഗ് കൊടുത്തിട്ട് പ്ലഗ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ പ്ലഗ് ആണോ, ഏത് പ്ലഗ് നമുക്ക് അതിൻ്റെ അത് കുത്താവുന്ന സോക്കറ്റും കുത്താവുന്ന രീതിയിലുള്ള പ്ലഗ് സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത് 20 ആംസിൻ്റെ ഒരു സ്വിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്ത് ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശേഷം ഒരു നോർമൽ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പ്ലഗിന് ഒറ്റ കണക്ഷനും ഇൻവെർട്ടർ കണക്ഷനും ബാക്കിയുള്ള 2 പ്ലഗിന് നോർമൽ കണക്ഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് എർത്ത് വയർ കോമൺ ആയതുകൊണ്ട് എല്ലാ പ്ലഗ് സോക്കറ്റിൻ്റെ എർത്തിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തു. അതായത് സെൻറ്ററിലേക്കുള്ള എല്ലാ എർത്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എർത്തിൻ്റെ എംബ്ലം കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ന്യൂട്രലും കോമൺ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും എല്ലാത്തിൻ്റെയും പ്ലഗ് സോക്കറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ അതൊരു സ്റ്റാൻഡേർഡാണ്, ഞാൻ പറയാറുള്ള പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം എപ്പോഴും ന്യൂട്രൽ കൊടുക്കേണ്ടത്. നമ്മൾ ഏത് ഡിവൈസ് നോക്കിയാലും അതിൻ്റെ പ്ലഗ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 1 വേ സ്വിച്ച്, ആദ്യത്തെ സ്വിച്ച് നമ്മൾ ഇപ്പുറത്തെ പ്ലഗിനാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വേണ്ട ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 ആംസിൻ്റെ പവർ പ്ലഗ് ആയതുകൊണ്ട് 20 ആംസിൻ്റെ 1 വേ സ്വിച്ച് കൊടുത്തു. അതിന് ഇൻഡിക്കേറ്ററിന് നമ്മൾ ആ ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ ആ ലൈറ്റിൻ്റെ ന്യൂട്രൽ കൊടുത്തു. ഇനി നമ്മൾ ഫേസ് നോക്കുക. 2 ഫേസ് വന്നിട്ട്, ഒരു ഇൻവെർട്ടർ ഫേസും വന്നിട്ട്, ഒരു നോർമൽ ഫേസും വന്നിട്ടുണ്ട്. ഇൻവെർട്ടർ ഫേസ് മഞ്ഞയാണ് വന്നിരിക്കുന്നത്. ആ മഞ്ഞ നമ്മൾ ആ സ്വിച്ചിൻ്റെ 1 വേ സ്വിച്ചിൻ്റെ താഴെ കൊടുത്തു. അതിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് ആ പ്ലഗിൻ്റെ ഇൻ്റർനാഷണൽ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. എപ്പോഴും പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻ്റർനാഷണൽ പ്ലഗിലെ ആദ്യത്തെ പ്ലഗ് സോക്കറ്റിൽ സപ്ലൈ വരും. പിന്നെ നോക്കുക, അടുത്ത് വന്നിരിക്കുന്ന ഫേസ് വന്നിരിക്കുന്നത് 2.5ൻ്റെ റെഡാണ് വന്നിരിക്കുന്നത്. അതാണ് നോർമൽ ഫേസ് KCB വരുന്നത്. ആ ഫേസ് നമ്മൾ 2 പ്ലഗിൽ കൂടി കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്ത് ആദ്യത്തെ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിലെ പ്ലഗിലേക്ക് കൊടുത്തു. അതിൽ നിന്ന് ലൂപ്പ് ചെയ്ത് രണ്ടാമത്തെ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിലേക്കും കൊടുത്തു. എന്ന് മാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഉണ്ടാവും, എല്ലിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ ഒരു പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് ആയിട്ട് വന്നു, ലെഫ്റ്റ് സൈഡ് ന്യൂട്രലായിട്ട് വന്നു. അതൊരു കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. ഇനി നമ്മൾ ആ ഇൻഡിക്കേറ്റർ സ്വിച്ച് നമ്മൾ അതുപോലെ തന്നെ ഏതാണോ നമ്മൾ ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ ഫേസ് വന്നിരിക്കുന്ന ആ ഫേസിലേക്ക് കൺട്രോൾ ചെയ്തിരുന്ന ഫേസിലേക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഫേസ് കൂടി നമ്മൾ എടുത്ത് കൊടുത്തു. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും. 20 ആംസിൻ്റെ സ്വിച്ച് കണ്ടോ, അതിൻ്റെ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും. ഈ പ്ലഗിലേക്ക് ഈ 2 പ്ലഗിലും കൂടി ഇപ്പുറത്ത് കാണുന്ന 2 പ്ലഗിലും നമ്മൾ ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് സിസ്റ്റം പ്രിൻ്ററൊക്കെ ഒന്നിച്ച് ഓൺ ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് TVയുടെ ഏരിയ ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഉദ്ദേശത്തിലേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ഒരു പ്ലഗ് ഇൻവെർട്ടറിലും കൊടുത്തു, രണ്ടാമത്തെ 2 പ്ലഗ് നമ്മൾ നോർമൽ KCBയിലും കൊടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻവെർട്ടർ കണക്ഷൻ എങ്ങനെ കൊടുക്കാം, ഇൻവെർട്ടറിലേക്ക് നമ്മളൊരു പ്ലഗ് എങ്ങനെ കൊടുക്കാം, നോർമൽ ഫേസിലേക്ക് ഒരു പ്ലഗ് എങ്ങനെ കൊടുക്കാം, ഒരേ സ്വിച്ച് ബോർഡിൽ തന്നെ. അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.